സൗജന്യ റേഷൻ അരിയിൽ എലിക്കാഷ്ടം. കാണക്കാരി പഞ്ചായത്ത് 16-ാം വാർഡ് ചാത്തമലയിൽ അംബിക വിലാസം വീട്ടിൽ കുഞ്ഞുമോൾ പത്മകുമാർ റേഷൻ കടയിൽ നിന്നും വാങ്ങിയ അരിയിലാണ് എലിക്കാഷ്ടം കാണപ്പെട്ടത്. പട്ടിണി പാവങ്ങളായ ഇവർക്ക് ലഭിച്ച അരി ഉപയോഗയോഗ്യമല്ലെന്നറിഞ്ഞിട്ടും വിശപ്പകറ്റുവാൻ ഇവർ കഞ്ഞിവെച്ചു. എന്നാൽ ഇത് കഴിക്കാൻ മനസ്സ് വരാത്തതിനാൽ വിശന്ന വയറുമായാണ് കുടുംബം കിടന്നതെന്ന് വീട്ടമ്മ കുഞ്ഞുമോൾ പറഞ്ഞു. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് ലഭിച്ച 12 കിലോ അരിയിലാണ് എലിക്കാഷ്ടം കാണപ്പെട്ടത്. കാണക്കാരി കവലയിലുള്ള റേഷൻ കടയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞുമോൾ അരി വാങ്ങിയത്. വീട്ടിലെത്തി ചാക്ക് തുറന്നപ്പോഴാണ് അരിയിൽ നിറയെ എലിക്കാഷ്ടം കാണുന്നത്. ഉടൻ തന്നെ റേഷൻ കടയുടമയെ വിവരമറിയിച്ചു. തുടർന്ന് സിവിൽ സപ്ലൈസ് ഓഫീസിലും വിവരമറിയിച്ചു. മോശം അരി റേഷൻ കടയിൽ തിരികെ നൽകി നല്ല അരി മാറ്റി വാങ്ങുവാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയെന്നും വീട്ടമ്മ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ റേഷൻ കടയിൽ കാണക്കാരി കവലയിൽ AJ അപ്പച്ചൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ റേഷൻ കടയിലാണ് ഞങ്ങളുടെ കാർഡ്. ഞാൻ അവിടെ ചെന്ന് അരി മേടിച്ചുകൊണ്ട് വന്നു. വൈകിട്ട് അത്താഴം ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോഴേ പ്രാണിയായിരുന്നു മേളിൽ കുന്നുന്നത്. അപ്പോൾ ഈ പടുത എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ അരി നിരത്തി ഇട്ടു. അത് കഴിഞ്ഞ് മോളോട് പറഞ്ഞു അരി ഒന്ന് ഇളക്കിയിട്ടേക്കാൻ പറഞ്ഞു. മോള് വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ മേളിൽ മുഴുവൻ ഈ എലിക്കാട്ടം കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഉടനെ മോള് പറഞ്ഞു അമ്മ മോൾ ഇതിന് മുഴുവൻ എലിക്കാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഞങ്ങൾ സപ്ലൈ ഓഫീസിൽ വിളിച്ചു. സപ്ലൈ ഓഫീസറെ വിളിച്ച് പറഞ്ഞു മേഡം ഇതുപോലെ അരിക്കകത്ത് മുഴുവൻ എലിക്കാട്ടമാണ്, ഗോഡൗണിലെ പ്രശ്നമാണെന്ന് തോന്നുന്നത്, നല്ലപോലെ ഉണങ്ങിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇന്നലെ കഞ്ഞി വെക്കാൻ വേറെ അരി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ അരി മേടിക്കാൻ പോയത്. അപ്പോൾ അതുകൂട്ട് അരി എടുത്ത് കുറച്ച് 20 അരി എടുത്ത് ഞാൻ കഞ്ഞി വെച്ചെങ്കിലും മനസ്സ് വന്നില്ല അത് കുടിക്കാൻ. ഞങ്ങൾ പട്ടിണി കിടന്നു. വെച്ച അരി ഞങ്ങൾ വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുങ്ങൾക്കൊക്കെ കൊടുത്തു. എന്നിട്ട് രാവിലെ ഇത് കൊണ്ട് റേഷൻ കടയിൽ കൊണ്ടു കൊടുത്ത് മാറി എടുത്തോളാനാണ് സപ്ലൈ ഓഫീസർ പറഞ്ഞത്. അപ്പം ഞാനിത് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരക്ക് കുറയുന്ന സമയത്ത് കൊണ്ടു കൊടുക്കാമെന്നോർത്ത് പോയില്ല. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ജീർണാവസ്ഥയിലായ വീട്ടിലാണ് കുഞ്ഞുമോളും അസുഖബാധിതരായ ഭർത്താവ് പത്മകുമാറും മകളും കഴിയുന്നത്. മകളുടെ പേരിലാണ് ഇവരുടെ വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായെങ്കിൽ മാത്രമേ ഇവർക്ക് പഞ്ചായത്തിൽ നിന്നും വീട് നിർമ്മാണത്തിനായി അനുമതി ലഭിക്കുകയുള്ളൂ. പഞ്ചായത്ത് മെമ്പർക്കും മറ്റ് അധികൃതർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ലെന്ന് കുഞ്ഞുമോൾ പറഞ്ഞു. ജോലിയൊന്നും ചെയ്തില്ല. ലിവർ സിറോസിസ് ആയിട്ട് ഇപ്പം 5 വർഷമായി. കോവിഡ് കാലത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് കുറഞ്ഞു വന്നപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ മുടി വളരുന്ന എണ്ണ കാച്ചി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ടവർക്കൊക്കെ. അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ പിന്നെ ഈ റേഷനും കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. മോൾക്ക് BP കുറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്ന രസമാണ്. അവൾ കാരിത്താസിൽ ചികിത്സയിലിരിക്കുകയാണ്. അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകപ്പാടെ അവതാളത്തിൽ നടന്നു പോകുന്നതാണ്. നല്ലൊരു വീട് പോലും ഇല്ല. അപ്പം റേഷൻ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നേരെ ഈ പ്രാവശ്യം മേടിച്ചപ്പോൾ റേഷൻ ഇതേ പരുവത്തിൽ, കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. കോവിഡ് കാലത്താണ് പത്മകുമാറിന് ലിവർ സിറോസിസ് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. മകൾക്ക് ബ്ലഡ് പ്രഷർ താഴുന്നത് മൂലം ഹാർട്ട് ബീറ്റ് കുറയുകയാണ്. ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.